കുഞ്ഞാൻ പാണ്ടിക്കാട് ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ വയനാട്ടിലെത്തി വീട് കിട്ടിയ ആളെയും ജിമിനി കിട്ടിയ ആളെയും കയ്യോടെ തെളിവ് സഹിതം പൊക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും എൻ്റെ നിരപരാധിത്വം നിങ്ങൾ മനസ്സിലാക്കി. അതവിടെ ആ ടൈറ്റിൽ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ കുഞ്ഞാൻ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താണെങ്കിലും വയനാട്ടിൽ പോകുന്നുണ്ട്, എനിക്ക് ഇവരെ നേരിട്ട് കണ്ട് സംസാരിക്കണം. ഞാനും കുഞ്ഞാനോട് സംസാരിച്ചിരുന്ന സമയത്ത് കുഞ്ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, നേരിട്ട് പോകണം സായി. ഞാനും പറഞ്ഞത് നേരിട്ട് പോകണം, വയനാട്ടിൽ മാത്രമല്ല നിങ്ങൾക്ക് പറ്റിയ ഞങ്ങളവിടെ കൂർഗിലും ചെല്ലണം, നാസറിനോടും കണ്ട് സംസാരിക്കണം. എന്താണെങ്കിലും കുറേ പേഴ്സണൽ എന്താ പറയുക പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്നലെയാണ് കുഞ്ഞാൻ വയനാട്ടിലേക്ക് പോയത്. ഇന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ വിളിച്ച് എന്നോട് പറഞ്ഞു, എന്നോട് ഞാൻ പറയുന്നുണ്ട്, കാരണം ഞാൻ എന്നോട് സംസാരിച്ചിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ്, ഞാൻ പോയിട്ട് ബാക്കി വീഡിയോ ആയിട്ടിടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഞ്ഞാൻ പോയിട്ടുള്ളത്. വീഡിയോ വന്നു കുഞ്ഞാൻ്റെ. അപ്പോൾ വീഡിയോ വിശദമായിട്ട് ഞാൻ കണ്ടൊരു പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തുതരാം. ഫൈൻ. ഈ ഒരു വീഡിയോനകത്ത് ഞാൻ പറയാം, നമുക്ക് ഇപ്പോൾ ഇതിൽ വീഡിയോ ചെയ്യുന്ന നമുക്കെന്ന് ഞാൻ പറയുന്നത് എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന ബാക്കി ചാനലുകാരെ എല്ലാവരെയും കൂടിയും ഒന്നിച്ച് കൂട്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വീഡിയോ ചെയ്യുന്നു, നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഈ വിഷയത്തിൽ പോലീസ്, നിയമം, ബാക്കി പരിപാടികൾ എന്താണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഉള്ള സ്റ്റാൻഡ് എന്നുള്ളത് അൺനോണാണ്. ഇത് ഇനി ചെയ്യേണ്ടത് നിയമപരമായിട്ട് ചെയ്യാനുള്ളൂ. കുഞ്ഞാനത് റെഡിയാണ്. കുഞ്ഞാൻ ഇപ്പോഴും പറയുന്ന സ്റ്റാൻഡ് എന്താ വെച്ചെങ്കിൽ കുഞ്ഞാൻ ഇതിലൊരു തരത്തിലും ഉഡായിപ്പ് ചെയ്തിട്ടില്ല. എങ്ങനെയാണോ ഫ്രം ദ ഡേ വൺ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് അത് തന്നെയാണ് കുഞ്ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, കുഞ്ഞാൻ ഇതിൽ ഉഡായിപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ കുഞ്ഞാനോട് ഞാൻ പറയുമ്പോൾ കുഞ്ഞാൻ പറയുന്നത് കേസ് വന്നോട്ടെ, കേസ് കൊടുക്കണം, പിന്നെ കൊണ്ട് എന്താണെങ്കിലും ഇതിൽ കേസ് കൊടുക്കാൻ പറ്റില്ല, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത ആളുകൾ കേസ് കൊടുത്താൽ കുഞ്ഞാൻ അത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. പോലീസ് കേസും അന്വേഷണവും കാര്യങ്ങളും ഫേസ് ചെയ്യാൻ കുഞ്ഞാൻ റെഡിയാണ് എന്നുള്ളത് കുഞ്ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഞാൻ പറയല്ലോ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വേണ്ടത്. ഓക്കെ, കുഞ്ഞാൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ ഇതിൽ നിരപരാധിയാണ്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്താണ്, നറുക്കെടുത്തപ്പോൾ ജനങ്ങളൊന്ന് കാണാൻ വേണ്ടി ഒരു ആവേശം കുണിച്ചാൻ വേണ്ടിയാണ്ട് ഒന്ന് ആ ഒരു ഇതിന് ഒരു ആവേശം കൊള്ളിച്ചല്ലോ, ആ ഒരു എടുക്കലെടുത്തു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കുഞ്ഞാൻ ഈ പറഞ്ഞ ആവേശം കൊള്ളിക്കാനുള്ള ആ ഒരു എടുക്കൽ തന്നെയാണ് ഇതിലെ പ്രധാന പ്രശ്നം. ഓക്കെ, ആളുകൾ ആദ്യം കണ്ട പ്രശ്നം ഇതിനകത്ത് ആ എടുക്കലാണ്. ഫൈൻ. ആ എടുക്കലിൻ്റെ ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് കേസ് വരണം. അപ്പോൾ കുഞ്ഞാൻ്റെ ഭാഗം കൃത്യമായിട്ട് പോലീസിൻ്റെ അടുത്തും കോടതിയിലും പറയാം. ഓക്കെ, അതിൻ്റെ ഒരു വേർഡിക്റ്റ് കോടതിയിൽ നിന്ന് വന്ന നാട്ടുകാർക്കും മനസ്സിലാവും. പിന്നെ ആകെ ഒരു തെറ്റെന്നല്ല, ഇതിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് നിയമത്തിനെ വെല്ലുവിളിച്ചിട്ടുള്ള ലക്കി ഡ്രോ. ഓക്കെ, കൂപ്പൺ വെച്ചുള്ള ലക്കി ഡ്രോ, അതാണ് ഇതിൽ ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റാണ് ഇപ്പോൾ ഈ നറുക്കെടുപ്പിൽ വന്ന പരിപാടികളും കാര്യങ്ങളും. അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയാലാണ് അത് തെറ്റായിരുന്നു, അത് ശരിയായിരുന്നു, അതെന്താണ്, അൺടിൽ അൺലെസ് അതുവരെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എന്തുകൊണ്ട് അവിടെ കൈയിട്ടു എന്നുള്ളത്. ഓക്കെ, അതിന് പല വേർഷൻസും എല്ലാവർക്കും പറയാം, പല മീനിങ്ങും വയ്ക്കാം. ഞാനും പറയുന്നു, ഞാൻ കുഞ്ഞാനോടും പറഞ്ഞതാണ്, 100% ആ കൈയിട്ടെടുത്തതിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും കുഞ്ഞാൻ്റെ സ്റ്റാൻഡ് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ നിയമപരമായിട്ടുള്ള തെറ്റ്, നിയമവിരുദ്ധമായൊരു പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ്. അതിന് കർണാടകയിലാണോ കേസ് പോവുക, കേരളത്തിൽ കേസ് എടുക്കൂ, ദിസ് ഈസ് കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ്. ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ ഇതിൽ സംസാരിക്കുന്നുണ്ട്, അത് നോക്കാം. റാഫിയുണ്ട്, അൻവറും ഉണ്ട് കൂടെ. എങ്ങനെയാണ് ഇവര് ടിക്കറ്റ് എടുത്തത്, അതാണ് ഇനി ജനങ്ങൾക്ക് അറിയേണ്ടത്. അതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരണം എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ആദ്യം ഞാൻ സാഫിനോട് ഒരൊറ്റ കാര്യമുള്ളൂ ചോദിച്ചത്. സാഫിയെ, ഇജ് ആ വീട് തിരിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിരിക്കണെന്നാണ് പറയണത് ജനങ്ങള്. പക്ഷെ ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടപ്പോഴും ഇജ് കൊടുക്കണത് അതിലില്ല. അതെന്താ സംഭവം? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരിക്കലും ആ വീട് തിരിച്ചു കൊടുക്കാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് അത് എന്താക്കുകയാണ്, വീഡിയോ ആക്കിയിട്ട് ഇറക്കുകയാണ്. നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, തൽക്കാലം കൂടെ നിന്നോളി,
ഞങ്ങൾക്ക് ഇവിടെ എപ്പോൾ വന്ന് എന്താ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് നാട്ടിൽ പരിപാടികളുണ്ട്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം തന്നെ മുപ്പര് പറഞ്ഞു എന്താ ബാങ്കിൽ ഓൾറെഡി എന്തോ ഒരു ലോണിന്റെ പേപ്പർ എന്തോ ക്ലിയർ ആവാനുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എഗ്രിമെന്റ് കാര്യങ്ങൾ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ എന്താ പറയാ, നമുക്ക് അർജന്റ് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മൂപ്പർ ഓൾറെഡി നമുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കും. കാരണം ഇത് ഡോക്യുമെന്റ് ആണോ അല്ലെന്നുള്ളത് ആൾക്കാർക്ക് അറിയണമല്ലോ. കാരണം കർണാടകയിലാണ് ഇതിലൊക്കെ എഴുതിയത് കേട്ടോ. കർണാടകയിലായതുകൊണ്ട് വായിക്കാൻ അറിയാത്തതുകൊണ്ട്, കാരണം അത് വായിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ പേപ്പർ ക്ലിയർ ആണ്, നമ്മൾ നോക്കിയിരുന്നു. കാരണം അത് വേണമെങ്കിൽ ഇനി ഏതായാലും ഇതിനെ കുറിച്ചാണ്ട് നിങ്ങൾ തന്നെ വീഡിയോ ചെയ്യും, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾ വീഡിയോ ചെയ്തു. വീടിന്റെ സ്കെച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതും സംഭവം വായിക്കാൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് കർണാടക അല്ല, മലയാളം തന്നെ ശരിക്കും വായിച്ചാൽ അറിയാത്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ വീട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. ഷാഫീൻ്റെ കൂപ്പണാണ് അടിച്ചത്, ഷാഫീൻ്റെ കയ്യിലാണ് ആ വസ്തു വരേണ്ടത്. അത് ഷാഫി തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനകത്ത് നാട്ടുകാർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ചെക്ക് ചെയ്തിട്ട് ആ വീട് ജെനുവിനാണോ, അത് ആ നാസറിൻ്റെ പേരിലുള്ളതാണോ എന്നറിയേണ്ട കാര്യമൊന്നും അവിടെ ആർക്കും ഇല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അത് സോർട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിപാടി. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഈ ഷാഫി അടക്കമുള്ള ആളുകൾ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് ഷാഫിയുടെയും ഫ്രണ്ടിൻ്റെയും ഒക്കെ എക്സ്പ്ലനേഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കൂടെ നിൽക്കുന്ന അൻവറാണ് നാസറിൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മകൻ. അപ്പം നാസർ യൂട്യൂബിൽ നാസറിൻ്റെ ഒരു വേർഷൻ വീഡിയോ ആയിട്ടുണ്ട്. നാസർ ബൈ ദ വേ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്പറൊന്നും തരുമോ, അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ അയച്ചതിന് ശേഷം നാസറിനെ വിളിച്ചിട്ടില്ല. ബൈ ചാൻസ് അറിയാത്ത നമ്പർ ഏതെങ്കിലും വന്നപ്പോൾ മിസ്സായപ്പോൾ പോയതാണോന്ന് അറിയില്ല. ബട്ട് ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ച് കിട്ടിയില്ല എന്നുള്ളൊരു മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല. നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നാസറിനും ഷാഫിക്കൊക്കെ എന്തോ പറയാണ്ടെന്നാണ് അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വേർഷൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, കൂപ്പൺ എവിടെ നിന്ന് കിട്ടി, കൂപ്പൺ എങ്ങനെ എടുത്തു, ഇതാണ് ആളുകൾക്ക് ഷാഫിയിൽ നിന്നും അറിയേണ്ടത്. അൻവറിൽ നിന്ന് അറിയേണ്ടത്, അൻവർ ഇടനിലക്കാരനായി നിന്ന് എടുത്ത കൂപ്പൺ എത്ര. ഓക്കെ, അൻവറിലേക്ക് ഈ കൂപ്പൺ ആരെത്തിച്ചു, ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് ഇതിൽ സംശയമുണ്ട് എന്ന് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ആവശ്യം. ആ സാധനങ്ങൾ ഇവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് നമ്മളെ എന്താ മൂപ്പര് പേരെന്തായിരുന്നു, നാസർ അല്ല വീഡിയോ ചെയ്യുന്ന മറ്റേ അത്യാവശ്യം ബിജു, KL ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ, ഒരു പാട്ടുകാരി കുട്ടീൻ്റെ ചാനലിൻ്റെ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ കുഞ്ഞാൻഖാൻ്റെ കണ്ടു, അതുകൂടാണ്ട് വേറെ 2-3 യൂട്യൂബേഴ്സിൻ്റെ കണ്ടു. ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത്, ഫസ്റ്റ് 4 ടിക്കറ്റ് എൻ്റെ പ്രവേശ ചെയ്യാൻ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ 4 ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത്, അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്താണ് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത്. ഈ 4 കൂപ്പൺ ജനുവരിയിലാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴേക്ക് ഇവർ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത്, ഇവർ അതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട്. അങ്ങനെ വീക്ഷിച്ച് വരുന്ന സമയത്താണ് അവസാനമായിട്ട് കുഞ്ഞാൻക ഒരു വീഡിയോ ഇട്ടത് ഞാൻ കണ്ടത്. ഒന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല, ടോക്കണുകൾ കാര്യങ്ങൾ മാക്സിമം പോയിട്ടില്ല, അത് ചില്ലറ ടോക്കണുകളെ പോയിട്ടുള്ളൂ. 1 മാസം മുമ്പിട്ട വീഡിയോ, 1 മാസം പക്ഷെ 1.5 മാസം ആയിട്ടുണ്ടാവും തോന്നുന്നില്ലേ, ആ സമയത്ത് ഇട്ട വീഡിയോ ആണ് ആ വീഡിയോ. അത് കണ്ടിട്ടാണ് ഞാൻ എന്താക്കിയത്. പിന്നെ ഞാൻ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സിനോട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ പേരൊന്ന് ചെതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ്, എന്റെ നാട്ടിലെ. ഈ ഗ്രൂപ്പിൽ ഇതാണ്ടോ മീഡിയ, ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ആ ചാനലിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടോ. ഏറ്റവും താഴെ കാണുന്ന 2 വീഡിയോസ് കണ്ടോ. ഈ 2 വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോസ് ആണ്. ഇത് രണ്ടും, ഇതൊരു പെൺകുട്ടീന്റെ വീഡിയോ ആണ്, അറിയോ, ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ്. ഇതാ KL ബിജു ചെയ്ത, ഇതിന്റെ താഴെ കമന്റ് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ എന്റെ കയ്യിൽ. ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളായി ഞാൻ ടിക്കറ്റ് എടുത്ത പിന്നെ നിങ്ങള് ഓൺലൈൻ വഴി എടുത്തിക്കണെന്ന് പറഞ്ഞല്ലോ, 4 ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തു. അതിന്റെ സ്റ്റേറ്റ്മെന്റും പാടെ ഒന്ന് കാട്ടിക്കൊടുക്കി. ഇത് ഞാനൊരു 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇതിൽ കാണുന്നത് നാസർ മക്കി, നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഇതാ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 29 ജനുവരി 7:30 PM ഞാൻ എടുത്ത ടിക്കറ്റാണിത്.
ടിക്കറ്റ് ഷെയർ മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ മെസ്സേജ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് അയച്ചത് എൻ്റെ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട്. അവരുടെ ഫോണിൽ ഇപ്പോഴും അത് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർ അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത 4 ടിക്കറ്റ് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം. ഫസ്റ്റ് ഞാൻ എടുത്ത 4 ടിക്കറ്റാണ് ഈ ടിക്കറ്റ്. ഒന്നാമത്തെ കാര്യം, ഇതിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഗൂഗിൾ പേൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ ഇത് മതി, ഗൂഗിൾ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിലും മതി. ഇതിനകത്ത് ഈ അൻവർ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു വിഷയത്തിൽ എങ്ങനെ ഇടപെടൽ വന്നു, ഷാഫിക്കും ഫ്രണ്ടിനും എങ്ങനെ ഈ ടിക്കറ്റ് എത്തിച്ചു, അൻവർ ഇതിനു മുമ്പുള്ള 4 ടിക്കറ്റ് എങ്ങനെ കൊടുത്തു, അത് ഗൂഗിൾ പേ വഴിയാണ് എടുത്തത്. 13+4 ടിക്കറ്റാണ് അൻവറിൻ്റേതായിട്ട് കൊടുത്തു എന്ന് വീഡിയോകളിൽ പറയുന്നത്. അപ്പോൾ നാട്ടിലെ ഗ്രൂപ്പും കാര്യങ്ങളും അതിലെ ഡേറ്റൊക്കെ നാട്ടിലെ ഗ്രൂപ്പിൽ അയച്ച സാധനങ്ങളൊക്കെ അൻവർ അവിടെ കൃത്യമായിട്ട് അൻവറിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അൻവർ ആ 4 ടിക്കറ്റ് എടുത്തത് ഗൂഗിൾ പേ വഴിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്രാൻസാക്ഷനും അൻവർ കാണിക്കുന്നുണ്ട്. ഫൈൻ. ഈ അൻവർ കാണിച്ച ഗൂഗിൾ ട്രാൻസാക്ഷൻ ആദ്യത്തെ 4 ടിക്കറ്റിനെയാണ്. ഓക്കെ, ഷാഫി ഇതിനകത്ത് ടിക്കറ്റ് എടുക്കുന്നത് അൻവർ നേരിട്ട് ഷാഫിയിലേക്ക് കുഞ്ഞാൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം പൈസ ആയിട്ടാണ്. ഓഫ്ലൈൻ ടിക്കറ്റാണ്, ഓൺലൈനായിട്ടല്ല ടിക്കറ്റ് എടുത്തത്, ഓഫ്ലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ KL ബിജുവിൻ്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ്, ഇത് കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആസ്പെക്റ്റ് മേ ബി കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നാം കുഞ്ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തു, KL ബിജു ഒരു വീഡിയോ ചെയ്തു, പിന്നെ മുകേഷ് നായർ ചെയ്തു, കുറേ പേര് ചെയ്തു. ഇതിൽ KL ബിജുവിൻ്റെ ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു തോന്നല് ഞാൻ പറയാം, KL ബിജു ഈസ് ഹീ ഈസ് ദ ബിഗ്ഗസ്റ്റ് യൂട്യൂബർ, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ. ആൻഡ് അത്യാവശ്യം ഈ പറഞ്ഞ യൂട്യൂബിൽ സബ്സ്ക്രൈബർ ബേസ് കൂർഗ്, മടിക്കേരി ആ ഭാഗങ്ങളിൽ അങ്ങനെ ഒരു കണക്ഷനും ഉണ്ട്. ബേസ്ഡ് ഫ്രം ദാറ്റ് ഏരിയ ആണ്. അവിടുന്ന് മെജോറിറ്റി ആളുകളും ട്രസ്റ്റ് ഫാക്ടറും കൂടുതലാണ് KL ബിജുവിൻ്റെ. ഓക്കെ, കമ്പയറിങ് ടു കുഞ്ഞാൻ പാണ്ടിക്കാട്, KL ബിജുവിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ. ട്രസ്റ്റ് ഫാക്ടർ കൂടുതലായതുകൊണ്ട് കുഞ്ഞാനൊരു 5 വീഡിയോ ഇടുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് KL ബിജുവിൻ്റെ ഒരു വീഡിയോയ്ക്ക് വരും. സോ അത് കുഞ്ഞാൻ്റെ വീഡിയോ അല്ല, KL ബിജുവിൻ്റെ വീഡിയോ ആണ് കണ്ടിട്ട് ടിക്കറ്റ് എടുത്തതെന്നുള്ള അൻവറിൻ്റെ വാദം അവിടെ വേണമെന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറയാം. ഓക്കെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞാൻ ഇനി ഒരു 5 വീഡിയോ ഇട്ടാലും ചിലപ്പോൾ ആളുകൾ ഇതെടുക്കാൻ മടിക്കും. കാരണം ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ക്രെഡിബിലിറ്റി കമ്പയറിങ് ടു കുഞ്ഞാൻ ഈ പറഞ്ഞ KL ബിജുവിന് കൂടുതലുമാണ്. അപ്പോൾ KL ബിജുവിൻ്റെ ഒരു വീഡിയോയ്ക്ക് തന്നെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സംഗതി എന്ത് പറയുക, ഇതിപ്പോൾ എന്നോട് പലരും ഇന്നലെ ഈ വീഡിയോ കണ്ടിട്ട് പേഴ്സണലി ഇത് കുഞ്ഞാനിൽ നിന്ന് KL ബിജുവിലേക്ക് ഇയാൾ മാറ്റാൻ വേണ്ടി അൻവർ പറഞ്ഞതാണോ എന്നുള്ളൊരു ആസ്പെക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത റിപ്ലൈ ആണ്. എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു സംശയമാണ്. കാരണം കുഞ്ഞാനുള്ള ക്രെഡിബിലിറ്റിയൊക്കെ കൂടുതൽ KL ബിജുവിനുണ്ടല്ലോ. അതുകൊണ്ട് KL ബിജുവിൻ്റെ ഒരു വീഡിയോ തന്നെ അത്യാവശ്യം ഇമ്പാക്റ്റ്ഫുള്ളാണ്. കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ യൂട്യൂബറാണ്, അയാളെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ആൻഡ് കുഞ്ഞാനേക്കാൾ കൂടുതൽ ഈ മടിക്കേരി, കൂർഗ്, കർണാടക ബെൽറ്റിൽ നമ്മുടെ KL ബിജുവിന് ഫാമിലി ഓഡിയൻസും എല്ലാ ഓഡിയൻസും ഉണ്ട്. മേ ബി അതിൽ നിന്ന് തന്നെ കണ്ടെടുത്തതായിരിക്കണം. അതിപ്പോൾ അത് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ റിപ്ലൈ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഓഫ്ലൈൻ ടിക്കറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്പറിലേക്ക് ഗൂഗിൾ പേ അയച്ചു കൊടുക്കുന്നതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഉണ്ട്. ഓഫ്ലൈൻ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴാണ് അടുത്തൊരു ഡൗട്ട് വരാൻ പോണത്. ഓക്കെ, ഈ ഓഫ്ലൈൻ ടിക്കറ്റിന് ബാക്കി കാര്യങ്ങളും എങ്ങനെയാണ് അൻവറിലേക്ക് ഈ ഓഫ്ലൈൻ ടിക്കറ്റ് എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വേർഷൻ കൂടി അൻവർ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു. മാനന്തവാടി വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ മഹല്ല് കമ്മിറ്റികളായിട്ട് സംസാരിച്ച് ആ ഒരു ഇതിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നതാണ് എന്നോട് പറഞ്ഞത്. വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബത്തേരിയുണ്ട്, ഇന്നിപ്പോൾ വന്നിട്ടുള്ള ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ വന്ന് ലോഡ് ഇറക്കുകയാണ്, സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ വന്നോട് സംസാരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് മൂപ്പര് ബത്തേരിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഷുക്കൂറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷാഫി എൻ്റെ കൂടെ ഉണ്ട്. കൂടെ വെച്ചിട്ട് അവർ സൈറ്റിലുണ്ട്, ഞാൻ വണ്ടിയിലുണ്ട്. അപ്പോൾ വന്ന് ഇറങ്ങി മൂപ്പര് വന്ന് വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ പോയിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് കുഞ്ഞാൻക്കാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പോയിട്ടില്ല എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ഇനി അറിയുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു.
നമ്മൾ എനിക്കറിയുന്ന അങ്ങനത്തെ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് ഒരു യൂട്യൂബേഴ്സായിട്ട് യാതൊരു കോൺടാക്റ്റും എനിക്കില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയും ചെയ്തു. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും സംസാരിക്കുന്നത്. അതായത് ഷുക്കൂറിനോടും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാഫിനോടും ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഈ 13 കൂപ്പൺ ഞങ്ങൾ എടുക്കാന്നുള്ള രീതിയിൽ, അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ ലോഡിൽ നിന്ന് കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ, ആ പൈസ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ആർക്കെങ്കിലും സഹായിക്കാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം വന്ന ഘട്ടം സമയത്ത്, ആ ഒരു അവസ്ഥ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് എൻ്റെ ഉപ്പയാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷാഫിയും ഷുക്കൂറും കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അത് മെയിനായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയുന്ന പോലെ മൂപ്പര നാട്ടിലുള്ളവർക്കോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, വ്യക്തതയൊന്നും അവിടെ ഉള്ള ആളുകൾക്ക് അറിയില്ല. ഇവിടെ ഉള്ള ആളുകൾക്കാണ് അത് മെയിനായിട്ട് അറിയുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ എനിക്കുള്ളൂ. അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് ബത്തേരിന്നാണ് ഈ കൂപ്പൺ എടുക്കുന്നത്. ഈ കൂപ്പൺ എനിക്ക് തന്നത് 13 കൂപ്പൺ എനിക്ക് തന്നിട്ടുണ്ട്. 13,000 രൂപ ഹാൻഡിൽ ക്യാഷ് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം ഇതാണ് ഈ ഓഫ്ലൈൻ കൂപ്പണിൻ്റെ കാര്യം അൻവർ പറയുന്നത്. ഉപ്പ നേരിട്ട് വന്ന് അൻവറിന് കൊടുത്ത കൂപ്പൺ. അൻവർ എന്ന് പറഞ്ഞ ആദ്യ ഭാര്യയിലെ മകനോട് അൻവർ റിക്വസ്റ്റ് ചെയ്യാണ്, ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ പറയണം. അപ്പോൾ അൻവർ എന്ന് പറഞ്ഞ വ്യക്തി യൂട്യൂബിൽ ആക്റ്റീവ് ആണെന്നുള്ളത് നാസറിന് ഓൾറെഡി അറിയുന്നതായിരിക്കണം. അല്ലാതെ വെറുതെ ഒരാളോട് പോയിട്ട് അറിയുന്ന യൂട്യൂബേഴ്സിന് ചോദിക്കില്ലല്ലോ. കാരണം അൻവർ ആക്റ്റീവാണ്, അൻവർ നല്ലൊരു പ്രൊഫൈലുണ്ട്, അത്യാവശ്യം വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ഇതേപോലെ സഹായിക്കുന്ന ആളുകളെ സഹായിക്കേണ്ടതായിട്ടുള്ള വീഡിയോസും കണ്ടൻറ്റൊക്കെ അൻവർ ചെയ്തതായിട്ട് അക്കൗണ്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ 25 വർഷം ഇതിനു മുമ്പ് അൻവർ വീഡിയോ ഇട്ടപ്പോൾ ഒരു രീതിയിലും അറ്റാച്ച്മെൻ്റ് ഇല്ല, ഒരു രീതിയിലും കണക്ഷൻ ഇല്ല. ഇവിടേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടേക്കാണ് ജെന്യുവിനായിട്ട് ആളുകൾക്ക് സംശയം തോന്നുന്നത്. കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങൾ വരുന്നത് ഈ സിറ്റുവേഷൻസിലൊക്കെയാണ്. ഇതൊന്നും ഇവരുടെ കുടുംബത്തിൽ എന്താ പറയുക, കുടുംബത്തിന് വേണ്ടി കുടുംബത്തിലേക്ക് സംസാരിക്കുന്നതോ അവിടുത്തെ സംശയങ്ങളോ അവരെ കുടുംബത്തിലെ അവസ്ഥകൾ അറിയാൻ വേണ്ടിയിട്ടല്ല. കാണുന്ന പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാതെ പോകുന്ന പോയിന്റുകൾ. ഈ പറഞ്ഞ അൻവറിൻ്റെ കല്യാണത്തിനാണ് ഒരു വട്ടം ഉപ്പ വന്നു എന്ന് പറയുന്നത്. അൻവർ അതിനുശേഷം നോ കോണ്ടാക്ട് എന്ന് പറയുന്നു. ഞാൻ അൻവറിനോട് തന്നെ അൻവറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അൻവറെ ഉപ്പ നേരിട്ടിട്ടാണോ കൂപ്പൺ തന്നേ? അതെ, ഉപ്പ നേരിട്ടിട്ടാണ് തന്നത്. അവിടെ എത്തിയപ്പോൾ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 4 കൂപ്പൺ അൻവർ എടുത്ത സമയത്ത്, ഗ്രൂപ്പിൽ കയറിയ സമയത്ത് ഉപ്പാക്ക് അറിയുമായിരിക്കണം ചിലപ്പോൾ അൻവർ ആണ് എടുത്തതെന്നുള്ളതും. അൻവർ ഗ്രൂപ്പിലുള്ള അൻവർ ഈ പറഞ്ഞ ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഉപ്പയ്ക്ക് അറിയുമായിരിക്കണം എന്നുള്ള വേർഷനായിരിക്കും അവരിത്. പക്ഷെ നമുക്കപ്പോഴും അവിടെ എന്താ തോന്നുക, ഇത്രയും കണക്ഷൻ ഇല്ലാത്തൊരു ഉപ്പയും മകനും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒന്ന് അൻവർ ഉപ്പാനെ സഹായിക്കാൻ ഇറങ്ങുന്നു, 2 അൻവർ ഗ്രൂപ്പിലുണ്ടെന്നും അൻവർ 4 ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുത്തു എന്നുള്ളതും അറിയുന്നത് കൊണ്ടായിരിക്കണമല്ലോ, നമ്പർ കൂടി അറിയുന്നത് കൊണ്ടായിരിക്കണമല്ലോ ഉപ്പ എന്ത് ചെയ്തത്, ബത്തേരി വന്നപ്പോൾ അൻവറിനെ വിളിച്ചേ. അപ്പം അൻവർ വീണ്ടും ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്യുന്നു, 13 ടിക്കറ്റ് വീണ്ടും എടുപ്പിക്കുന്നു. കൂടുതൽ ടിക്കറ്റ് മേ ബി അൻവർ ഈ പറഞ്ഞ ഉപ്പായിൽ നിന്ന് മേടിച്ചിരിക്കാം, വേറെ നാട്ടുകാർക്ക് കൊടുക്കാം, സഹായിക്കാം എന്ന് പറഞ്ഞിട്ട്. അതിലേക്കൊന്നും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്. പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബം, വീട്, അങ്ങനെ പോകും, റിലേഷൻ താല്പര്യമില്ല എനിക്ക്. എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതും ഓഫ്ലൈൻ കൂപ്പണാണ്. ഇവിടെ ഷാഫി എന്ന് പറഞ്ഞ വ്യക്തിക്ക് നറുക്കെടുപ്പിലൂടെ അടിച്ചിട്ടുള്ളത് ഓഫ്ലൈൻ കൂപ്പണാണ്, ഓൺലൈനിലെടുത്ത കൂപ്പണല്ല. ഓക്കെ, ഓൺലൈനിലെടുത്ത 4 കൂപ്പണിൻ്റെ പ്രൂഫ് കാണിക്കാൻ അത് ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് അവർ കാണിച്ചു. ബാക്കിയുള്ളത് ഓഫ്ലൈനിലെടുത്ത കൂപ്പണാണ് ഷാഫിക്കും അടിച്ചിട്ടുള്ളത്, ഓൺലൈനിലെ കൂപ്പണല്ല. അതുകൊണ്ട് ഓഫ്ലൈനിലെടുത്ത കൂപ്പൺ ബൈ ഹാൻഡ് ക്യാഷ് കൊടുക്കുമ്പോൾ അതിനകത്ത് പ്രൂഫ് ഉണ്ടാവില്ല. എന്ത് പ്രൂഫാണുള്ളത്? ഒരു പ്രൂഫും ഇല്ല. ഉപ്പ വന്നു, മകൻ ടിക്കറ്റ് ആവശ്യപ്പെട്ടു, മകനോട് ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി ഉപ്പ അഭ്യർത്ഥിക്കുന്നു, അഭ്യർത്ഥന മാനിച്ച് ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്യുന്നു, ടിക്കറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇഫ് ഐ എം നോട്ട് റോങ്, ആദ്യത്തെ ഒരു വീഡിയോയിൽ ഷാഫി സംസാരിച്ച സമയത്ത് ഷാഫി 13 ടിക്കറ്റ് എടുത്തപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇത് ഡയറക്റ്റായിട്ട് പറയായിരുന്നു. അന്ന് അവർ കാറിനകത്തിരുന്ന് പറഞ്ഞ വേർഷനകത്ത് ഇഫ് ഐ എം നോട്ട് റോങ് പറയുന്നത് ഒരുപാട് പേര് ചേർന്നെടുത്തതാണെന്ന്. ഓക്കെ, അന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഷാഫിക്ക് പറയാമായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്, എൻ്റെ പാർട്ട്ണർ അൻവറിൻ്റെ ഉപ്പയാണ്. ആൻഡ് ബൈ ദ വേ, ഈ പറഞ്ഞ അൻവർ ഉപ്പ കാണുന്ന സ്ഥലത്ത് വണ്ടിയിൽ വന്ന സമയത്ത് ബാക്കി ആളുകൾ ഇവരവിടെ ഉണ്ടായിരുന്നു. ഇവർ അവിടെ അൻവറിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ അന്നത്തെ ആ വീഡിയോയിൽ കാറിനകത്ത് ഈ പറഞ്ഞ കുഞ്ഞാനും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊന്നും അവിടെ എന്തില്ല,
അൻവർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരേ വരുന്നില്ല. ഉപ്പയാണ് അൻവറിൻ്റെത്, നാസർ എന്നുള്ളതിൻ്റെ ഒരു പേര് വരുന്നില്ല, വേർഷൻ വരുന്നില്ല, വന്നില്ല അന്ന് ഇതൊന്നും. അന്ന് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇത്രത്തോളം സംശയം വരില്ലായിരുന്നു. ഓക്കെ, ഇപ്പോഴാണ് ഈ കുടുംബ പ്രശ്നവും കാര്യങ്ങളും കാരണം ഇവർ ഈ പേര് പറഞ്ഞിട്ടില്ല, പറയുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയുന്നത്. മേ ബി അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഇങ്ങനെയും പറയാം, ജെന്യുവിനായിട്ട് എന്താ പറയുക, ഞങ്ങളിതൊക്കെ എന്താ പറയുക ഒരു കുടുംബ പ്രശ്നം പറയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പറയാതിരുന്നതാണ്, അതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞില്ല. പിന്നെ യൂട്യൂബിൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് വേറെ രീതിയിൽ ആളുകൾ എടുക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരുന്നു. അതുതന്നെയാണല്ലോ ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഈ ജനങ്ങളിലേക്ക് വീണ്ടും 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 എന്താ അറിയോ, സംശയം 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 എന്നുള്ള രീതിക്ക് തന്നെ ഈ കാര്യങ്ങൾ പോകാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കുറേ പേര് ഇവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കുഞ്ഞാൻ്റെ കംപ്ലീറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേർഷൻസ് കിട്ടും. ആ ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളും ഇതിനിടയിൽ കുറേ അങ്ങനത്തെ പരിപാടികളും നടന്നിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഞാനായിട്ട് തന്നെ അറിഞ്ഞ കുറേ കേസുകളുണ്ട്. ഓക്കെ, ഇതിനിടയിൽ കിടന്ന് ചില ആളുകൾ കലക്കവെള്ളത്തിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും, എക്സിസ്റ്റിംഗ് ആവും, മനസ്സിലായോ? അങ്ങനെയുള്ള ടീംസും ചിലപ്പോൾ ഇടയിൽ കയറിയിരുന്ന് കളിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ചില ആളുകളുണ്ട്, ചില ഇഷ്യൂവിൽ ഇടപെടും, നൈസായിട്ട് ഭീഷണിപ്പെടുത്തും, പൈസ വാങ്ങണം എന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ കാണും. അങ്ങനത്തെ ടീമുകളൊന്നും നമുക്ക് ഒരു കാര്യത്തിൽ നിന്നും മാറ്റി നിർത്താനോ മാറ്റി നിർത്തിയിട്ട് അവരെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിക്കാതെ പോകാനോ പറ്റില്ല. ഇങ്ങനത്തെ സംഗതികൾ വരുന്ന സമയത്ത് അതിൽ ക്യാഷ് ഇൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവരെ തെറി വിളിക്കുന്ന ആളുകളുണ്ടായിരിക്കണം. അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കണം ഇവരെന്ത് ചെയ്തേ കേസും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ആയിട്ട് എന്താണെങ്കിലും പോയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആ വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോട്ടെ. ഓഫ്ലൈൻ ടിക്കറ്റ് എഗെയിൻ ഞാൻ പറയുന്നു, ഷാഫിക്ക് അടിച്ചത് ഓഫ്ലൈൻ ടിക്കറ്റ്, 13 ടിക്കറ്റ് ഓഫ്ലൈനായിട്ട്. ഇനി രണ്ടാമത് ജാസിർ, ജിമിനി അടിച്ച ജാസിറിൻ്റെ അടുത്ത് കുഞ്ഞാൻ പോയിട്ടുണ്ട്. ജാസിർ പറയുന്നു നോക്കാം. എൻ്റെ സുഹൃത്താണ് പൈസ ഇടുന്നത്. എങ്ങനെ ഈ മാനന്തവാടി തന്നെ ഓട്ടോ ഓടിക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് എന്താണ് പൈസ ഇടിക്കുകയാണ് ചെയ്തത് ഗൂഗിൾ പേയില്. അത് മാനന്തവാടിയുള്ള അക്കൗണ്ട് തന്നെ. അതിലേക്ക് പൈസ ഇടുന്നത്. അതിന്റെ ടൈം രാത്രി ഒരു 11:30 ആ സമയത്ത് എങ്ങാനാണ്. അപ്പൊ എന്റെ അക്കൗണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഈ സ്കാനർ അയച്ചു കൊടുത്ത് അതിലേക്ക് ഇട്ട് പൈസ, എന്നിട്ട് ഓ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. എന്നിട്ട് ഞാനത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ ഫസ്റ്റത്തെ ടിക്കറ്റ് എടുക്കുന്നത് 1 മാസം 1.5 മാസം ഞാൻ കച്ചവട ആവശ്യമായിട്ട് അവിടെ പോക്കുണ്ട്. ഈ പറയുന്ന സ്ഥലത്തല്ല, കർണാടകയിലെ എല്ലാ സ്ഥലത്തും പോക്കുണ്ട്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് എടുത്തതാണ് ഒരു ടിക്കറ്റ്. അത് ഞാൻ ബൈ ക്യാഷ് കൊടുത്ത് ആ ടിക്കറ്റ് തന്നു. അതാണ് എൻ്റെ അടുത്ത് ഇതിന്റെ ബാക്കിയുള്ളത്. പിന്നെ ഒരു ടിക്കറ്റ് എടുത്ത ഒരാഴ്ച മുമ്പാണ്, ഈ നറുക്കെടുപ്പിന്റെ ഒരാഴ്ച മുന്നേ. ഇത് അടിച്ച പ്രൈസ് എടുത്ത 1 മാസം മുമ്പാണ്. അങ്ങനെ എന്താണ് അതിന്റെ റെസീറ്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇതില് ജാസിറിൻ്റെ വേർഷനാണ് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കുഞ്ഞാനെ നേരിട്ട് വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞാനോട് ക്ലിയർ ആയിട്ട് ചോദിച്ചു, കുഞ്ഞാനെ ജാസിറിൻ്റെ കയ്യിൽ ഒരു ഇതുണ്ട്, ടിക്കറ്റിൻ്റെ ബാക്കിയുണ്ട്. ഈ ടിക്കറ്റിൻ്റെ ബാക്കി ഓൺലൈനിലെടുത്താണോ ഓഫ്ലൈനിലെടുത്താണോ? ഓക്കെ, കാരണം എനിക്ക് പേഴ്സണലി ഇതിൽ ജാസിറിൻ്റെ എക്സ്പ്ലനേഷനിൽ നിന്ന് എന്ത് മനസ്സിലായില്ല, ഈ കൂപ്പൺ ഓൺലൈനിലെടുത്താണോ ഓഫ്ലൈനിലെടുത്താണോ എന്നുള്ളൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഷാഫി ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു കേട്ടോ. ഷാഫിയും അൻവറും പറഞ്ഞത് എന്താ, ഓൺലൈനിലെടുത്തത് 4 ടിക്കറ്റാണ്, അതിൻ്റെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ കാണിച്ചു. ഓഫ്ലൈനിലെടുത്ത 13 ടിക്കറ്റാണ്, ടിക്കറ്റുകൾ കാണിച്ചു, അതിലൊന്നിനാണ് പ്രൈസ് അടിച്ചതെന്ന് പറഞ്ഞു. ജാസിർ ഇവിടെ ഒരു ടിക്കറ്റിൻ്റെ പകുതി കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഒരു ടിക്കറ്റ് തപ്പിയെടുക്കണം ഫോണിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലായിടത്തോളം, ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ കയ്യിലിരിക്കുന്നത് അല്ല എന്ത് ഈ പറഞ്ഞ ഓൺലൈനിലെടുത്ത ടിക്കറ്റ്, മനസ്സിലായോ? അത് ഓഫ്ലൈനിലെടുത്ത ടിക്കറ്റാണ്. ജാസിർ ലോറിയിൽ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ കൂർഗ് ഭാഗത്തേക്ക് പോയി അവിടെ നിന്നൊരു ഫ്രണ്ട് വഴി ഇതേപോലെ കൂപ്പൺ പർച്ചേസ് ചെയ്തു. ആ കൂപ്പണാണ് പ്രൈസ് അടിച്ചിട്ടുള്ളത്, ഓഫ്ലൈൻ കൂപ്പൺ. ഓക്കെ, ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്പർ ഇതാണ് 17,300. ഇതിനാണ് അടിച്ചിട്ടുള്ളത്. ഈ നമ്പർ ടിക്കറ്റിനാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ദാസർക്ക് കണ്ടോളി. അതിന് ഒരു നമ്പറും കൂടി എടുത്തിട്ടുണ്ട്, അതിലുണ്ട്. അത് നമ്മള് അടിച്ച ടിക്കറ്റ് ആണല്ലോ എടുത്തു വെക്കാം, മറ്റേ ടിക്കറ്റ് തപ്പി എടുത്ത് അറിയിലുണ്ട്. എടുത്തോളി. പിന്നല്ലത് ഇതാക്കണേ, ഇവരെ നമ്മളെ നറുക്കെടുപ്പ് നാസറാക്കാന്റെ നമ്പർ തന്നെയാണ് വന്നിക്കണത്. ഇതാക്കണേ ഗൂഗിൾ പേ ചെയ്ത റെസീറ്റ് ഇതാക്കണേ
MN അസ്കർ പറഞ്ഞാൽ നാസർഖാന്റെ മോനാണ് അല്ലേ? മോന്റെ അക്കൗണ്ടാണ്. അതേപോലെ ഇതാക്കണേ ടിക്കറ്റ് കാര്യങ്ങള് എല്ലാം അതിന്റെ വോയിസ്. ഇതെന്താ വോയിസ്? ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ പിന്നെ ജോയിൻ ചെയ്തോളി എന്നാണ് പറഞ്ഞത്. ഏതായാലും ഞാൻ പറഞ്ഞേ ഇതുകൊണ്ട് ഇപ്പോ നമ്മള് വണ്ടിയും പേരെയും എടങ്ങാറും അയക്കും. ഞാൻ അതിന്റെ ബാക്കിയാണ്. എന്റെ നമ്പർ ഈ കൂപ്പണിലുണ്ട്. ദുനിയാവിലുള്ള 1000 ഫോണാണ് ഒരു ദിവസം വരുന്നത്. സമാധാനം തരുന്നില്ല. എന്താ കാട്ടുന്നത്? അല്ല, സമാധാനം എന്താണെങ്കിലും കിട്ടില്ല. കാരണം ഓരോരുത്തരും 1000 രൂപ വീതം ഇട്ട് അവർ ഈ നറുക്കെടുപ്പിന് കാത്തുനിന്ന് നാസർ എന്ന് പറഞ്ഞ വ്യക്തിയെ പേഴ്സണലി സഹായിക്കാൻ താല്പര്യമുള്ളവരാവുമല്ലോ ഈ ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് സംശയം തോന്നി അവരെന്താണെങ്കിലും ജെനുവിൻലി ആ സംശയം തീർക്കാൻ വേണ്ടി വിളിക്കും. ആൻഡ് ഇതിൻ്റെ നറുക്കെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ കൂപ്പൺ കാണിക്കുമ്പോൾ അതിനകത്ത് നമ്പർ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ അവരെന്നെ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് നമ്പർ കാണിച്ചതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വിളി വരും, നിങ്ങളോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. അതുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതിലൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാൻ ഈ കയ്യിലിരിക്കുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്ന അടിച്ചു എന്ന് പറഞ്ഞ ആ ഒരു ടിക്കറ്റിൻ്റെ ബാക്കി അത് ഓഫ്ലൈനിലാണോ ഓൺലൈനിലാണോ എടുത്തത്? ഓഫ്ലൈനിലാണ്. ഇതിൽ ഇവർ ഈ സ്ക്രീൻഷോട്ടും ഫോണിൽ വാട്സാപ്പിൽ വന്ന വോയിസും ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതവർ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റാണ്. ആ ടിക്കറ്റിന് അല്ല ഇതിലെന്തടിച്ചത്, പ്രൈസ് അടിച്ചത്. ഈ വ്യക്തി ലോറിപ്പണിയുടെ ഭാഗമായിട്ട് കൂർഗ് പണിക്കേരി ഭാഗത്ത് പോകുന്ന സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നെടുത്ത് ഇപ്പം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചത് ഓഫ്ലൈനിൽ കാശ് കൊടുത്തെടുത്ത ടിക്കറ്റാണ്. ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഓഫ്ലൈനിലുള്ള ടിക്കറ്റിനാണ്, സെക്കൻഡ് പ്രൈസ് അടിച്ചത് ഓഫ്ലൈനിലുള്ള ടിക്കറ്റിനാണ്. ജെനുവിനായിട്ട് ഇപ്പം ഞാൻ എൻ്റെ സംശയം, അല്ലെങ്കിൽ ഇതിനടിയിൽ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് അങ്ങനത്തെ ഒരു സംശയം ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓഫ്ലൈനിലുള്ള ടിക്കറ്റിനാണല്ലോ ഇതിൽ രണ്ടിനും എന്തടിച്ചേ, പ്രൈസ് അടിച്ചേ. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത ആളുകൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് എങ്ങനെ ഉറപ്പ് വരുത്തുന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് ജെനുവിനായിട്ട് വരും, ആളുകൾക്ക് തോന്നും, തോന്നാതിരിക്കൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്കത് ഡൗട്ട് അടിച്ച് ഞാൻ 2-3 വട്ടം പ്ലേ ചെയ്തിട്ടാണ് ഞാൻ കുഞ്ഞാനോട് ചോദിച്ചത്, കുഞ്ഞാൻ ആ ജാസർ എടുത്തത് ഓഫ്ലൈനാണോ? കാരണം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി കുറവ് തോന്നി. ഓക്കെ, ഓഫ്ലൈനിൽ എടുത്ത ടിക്കറ്റാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഓഫ്ലൈനിൽ എടുത്തതോ ഓൺലൈനിൽ എടുത്തതോ, ഓക്കെ, ടിക്കറ്റ് നറുക്കെടുത്തതിൽ ഉള്ള സംശയമാണ് എല്ലാവരും ഈ ഒരു കേസിന് ഇത്രയും ഇതിന് പിറകെ പോകാനുള്ള കാരണം. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, ശ്രീജിത്ത് പെരുമൻ അടക്കമുള്ള ആളുകൾ ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനകത്ത് ചില എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്, കേസും കാര്യങ്ങളാണെന്ന് അറിയുന്നുണ്ട്, ബട്ട് ക്ലിയറായിട്ട് ഇതിലൊരു കേസിന് പോകാനോ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് അറിയാനോ അതിനുള്ളൊരു സോഴ്സ് വേണം അതിനകത്ത്. ഓക്കെ, ഞാൻ കുഞ്ഞാനോട് ഇന്ന് സംസാരിക്കുമ്പോൾ കുഞ്ഞാൻ പറയുന്നതാ, സായിയെ പൊന്നാര സായിയെ ഇതൊരു കാര്യം മനസ്സിലാക്കി, കേസിന് പോയാൽ ഞാൻ റെഡിയാണ്, കേസിന് പോയാൽ ഞാൻ റെഡി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ കേസിന് പോയാലും ഞാൻ മുന്നോട്ട് വരാൻ റെഡിയാണ്. കേസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, മുന്നോട്ട് വന്ന് കേസിൻ്റെ ഒപ്പം നിന്ന് ഞാൻ എൻ്റെ ഭാഗം ഞാൻ തെളിയിക്കാം. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന വയനാട് പോയിട്ട് ഇത് കാണിക്കലാണ്, അത് ഞാൻ കാണിച്ചത്. ഇനി ഇതിൽ മുന്നോട്ട് എന്തെന്നുള്ളത് കേസും കൂട്ടവും കാര്യം പോലീസും മറ്റ് പരിപാടികളും വരുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് ഡേ 1 മുതൽ അത് പറയുന്നു. ഇന്നും അത് തന്നെയാണ് കുഞ്ഞാൻ്റെ വേർഷൻ. കുഞ്ഞാൻ അതിന് എന്നോട് പേഴ്സണലി മാറിയിട്ടില്ല, എന്നോട് തന്നെയാണ് കുഞ്ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് കംപ്ലീറ്റ്ലി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ഇടാൻ തുടങ്ങിയെന്ന മുതൽ പറയുന്നുണ്ട്. കുഞ്ഞാനായിട്ട് ഞാൻ കോൺടാക്റ്റിലുണ്ട്, കുഞ്ഞാനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഞാൻ മലപ്പുറത്തുകാരാണ്. കുഞ്ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ 1-2 വട്ടം ഞങ്ങൾ കണ്ടെന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ കുഞ്ഞാനോട് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുഞ്ഞാൻ എന്താ പറയുക, കുഞ്ഞാൻ ചില കാര്യങ്ങളിലൊന്നും ക്ലാരിറ്റി ഇല്ല, ഞാൻ ചോദിക്കുന്നത് വരെ ഒരു ക്ലാരിറ്റി ഇല്ല. ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഇപ്പോൾ വയനാട്ടിൽ പോയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾക്ക് കുഞ്ഞാൻ ക്ലാരിറ്റി കിട്ടി. അപ്പോഴും ഞാൻ കുഞ്ഞാനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പരിപാടിയിലെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകണം എന്നുള്ള വേർഷനല്ല, നിങ്ങളൊപ്പമുള്ളവർ നിങ്ങളെ മുന്നിൽ വെച്ച് നാട്ടുകാരെയും പറ്റിച്ചു നിങ്ങളെയും പറ്റിച്ചു എന്നുള്ള അവസ്ഥയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതും കൂടി നിങ്ങൾ കണക്കാക്കണമല്ലോ. അപ്പം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇത് പഠിക്കണം. ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് ഉത്തരം പറയാൻ പറ്റണം. ഇന്ന് ജനങ്ങളെ മുന്നിൽ അല്ലെങ്കിൽ നാളെ ഇതൊരു കേസായി കഴിഞ്ഞാൽ പോലീസിന് മുന്നിൽ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ തെളിവുകൾ കൊടുക്കാൻ പറ്റണം. അതാണ് ശരിക്കും വേണ്ടത്, അല്ലേ? ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്ത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
അതിൻ്റെ അന്വേഷണമായിട്ട് നമ്മൾ തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ തന്നെ ഇറങ്ങി നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ കുഞ്ഞാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഈ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയൊരു സംഗതി ഓഫ്ലൈൻ ടിക്കറ്റുകൾക്കാണ് അടിച്ചിട്ടുള്ളതെന്ന്. ഇതിന് മുമ്പൊരു വോയിസ് ഇന്നലെ ജസീം കുഞ്ഞാനും വേറെ 2 യൂട്യൂബേഴ്സിനോട് വിവിനോടും ബിച്ചുവിനോടും തോന്നുന്നു സംസാരിക്കുന്നുണ്ട്, തോന്നുന്നല്ല ആണ് വിവിനോടും ബിച്ചുവിനോടാണ് സംസാരിച്ചത്. അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവരുടെ റിലേറ്റീവ്സ് തന്നെ കുറേ ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഉമ്മ എത്രയോ നമ്പർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അനിയനോ അനിയത്തിയോ ആരോ എത്രയോ നമ്പർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഫാമിലി മൊത്തം ഒരു 10-400 ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എഗെയിൻ അതും ജനങ്ങളെ മുന്നിൽ ചെല്ലുമ്പോൾ ഇത്രയൊക്കെ ടിക്കറ്റ് എടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇയാൾ നേരിട്ടിട്ട് 1000 രൂപയല്ലേ 10-300-400 ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി കൗണ്ട്? മനസ്സിലായോ? അതിന് കുറച്ച് ലക്ഷങ്ങളായല്ലോ. നേരിട്ട് സഹായിച്ചാൽ എന്തായിരുന്നു പ്രശ്നം? ഇനിയിപ്പോൾ കുഴപ്പമില്ല, അതിലും കൂടുതൽ തുക ആവശ്യമുള്ള ഒരാളാണ്, അതിലും കൂടുതൽ തുക കിട്ടിയാലേ ലൈഫ് സെറ്റിലാവൂ എന്നുള്ള സിറ്റുവേഷനുള്ളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ ടിക്കറ്റ് എടുത്തത് അവർക്ക് എന്താ ന്യായീകരിക്കാം. എൻ്റെ മകൻ്റെ ആവശ്യത്തിനോ എൻ്റെ ഫാമിലിയിൽപ്പെട്ട നാസറിൻ്റെ ആവശ്യത്തിനോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, അവർക്ക് പറയാം. അടുത്ത ചോദ്യം വീണ്ടും നാട്ടിൽ ചോദിക്കും, അത്രയും നമ്പർ ഓഫ് ടിക്കറ്റ് കുടുംബത്തിലെടുത്തിട്ട് കുടുംബത്തിൽ ആർക്കും ഇത് അടിച്ചില്ലടേന്ന്. മനസ്സിലായോ? അത്രയും ടിക്കറ്റ് എടുക്കുകയാണ് ആളുകൾ, കുടുംബത്തിലുള്ള ആളുകൾ ചേർന്നിട്ട് ബൾക്കായിട്ട് ടിക്കറ്റ് എടുക്കുക. കുടുംബക്കാർക്ക് ആർക്കും കിട്ടിയില്ല, പുറത്തുള്ളവർക്കാണ് കിട്ടി. അപ്പം ഈ ടിക്കറ്റ് മൊത്തം എന്താ കിട്ടാഞ്ഞെന്നുള്ളത് ഇതൊക്കെ ചോദിക്കൂടി നാട്ടുകാർ. നിങ്ങളെന്താ പറയുക, ഒരു വട്ടം സംശയിച്ചു തുടങ്ങിയാൽ 100 വട്ടം സംശയിക്കും. ഈ സംശയങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കേസാണെന്നുണ്ടെങ്കിൽ ആ കേസ് നേരിടാൻ കുഞ്ഞാൻ റെഡിയാന്ന് പറയുന്നു. കുഞ്ഞാൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു, കുഞ്ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേസും കാര്യങ്ങളും നടക്കട്ടെ, എന്നാൽ തന്നെ ഇതിലൊരു ക്ലാരിറ്റി ഇതിനകത്ത് കിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ ഇതിനകത്ത് ഒരു ക്ലാരിറ്റിയും കിട്ടുന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സംശയമായിട്ട് തന്നെ നിൽക്കും. ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിയമപരമായിട്ട് ഇതിനകത്ത് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാം അന്വേഷിക്കാൻ പറ്റും. ഇത് കേരള പോലീസ് അന്വേഷിക്കുമോ, കർണാടക പോലീസ് അന്വേഷിക്കും, ഇത് കേരളത്തിൽ കേസ് എടുക്കുമോ, ഇത് കർണാടകയിൽ കേസ് എടുക്കുമോ, കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് എന്താണെന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടിയും പറയാം. ഞാൻ കാദർ കരിപ്പോട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, സെയിം കൂപ്പൺ വെച്ചിട്ടുള്ള ഒരു പരിപാടി. രോഗിയായുള്ളൊരു വ്യക്തി അയാളുടെ രോഗം കാരണം വീടും ബാക്കി സ്ഥലങ്ങളും കൊടുക്കുന്നു, രോഗവും പ്ലസ് അയാളുടെ കടവും. ഇതാണ് ആ ഒരു വീഡിയോൻ്റെ ബേസിക് തിങ്. അതിൽ ഇന്നലെ ഹൈദർ മധൂർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹൈദർ മധൂർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ കുഞ്ഞാൻ്റെ വിഷയത്തിൽ ആ മറ്റേ സാധനം ഒട്ടിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു സാധനം കുഞ്ഞാൻ എടുത്തതായിരിക്കില്ലേ എന്നുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് സംശയമുള്ളപ്പോൾ അതിൻ്റെ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു വേർഷനൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വന്നത് ഹൈദറാണ്. ഹൈദർ മധൂരാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് കാദർ കരിപ്പോട് ചെയ്ത സെയിം ആളെ വെച്ചിട്ട് അയാളുടെ അവസ്ഥകൾ പറഞ്ഞിട്ട് അയാളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫോർ മീ, ഞാൻ ഇതെൻ്റെ വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയുകയാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒട്ടും യോജിക്കാൻ പറ്റില്ല. എനിക്കിതിനോട് ഒരു കാലത്തും യോജിക്കാൻ പറ്റില്ല. നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഓൾറെഡി അറിഞ്ഞ് ഇതിനി ചെയ്യാൻ പാടില്ല, ചെയ്തവരടക്കം അവർ ഏറ്റെടുത്ത പ്രവർത്തികൾ തീർത്ത് ഇനി ഇതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷൻ. നിയമവിരുദ്ധമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി പറഞ്ഞ് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. ഹൈദർ അടക്കമുള്ള ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കാര്യത്തിൽ വീഡിയോ ഇട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞൊരു വ്യക്തി എഗെയിൻ ഇതറിഞ്ഞു വെച്ചിട്ട് ഈ ഒരു നിയമവിരുദ്ധമായുള്ള പ്രവൃത്തിയോട് പോയി വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എനിക്ക് അതിനോട് പേഴ്സണലി ഒരു താല്പര്യമില്ല. കണ്ടാൽ അത് എന്താ പറയുക, എനിക്കത് എന്തോന്നാണ് ഇവർ കാണിക്കണേ എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഫൈൻ, കാരണം അത് നിയമമില്ല എന്ന് അറിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു. കൂപ്പൺ ഒന്നും വേണ്ട, ഞാൻ കൂപ്പണിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യില്ല. ഞാൻ പേഴ്സണലി അത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഈ വ്യക്തിയുടെ അസുഖം വളരെ കൂടുതലാണ്. ഈ വ്യക്തി ഒരു രോഗിയാണ്. ഈ വ്യക്തിയുടെ രോഗം അയാൾക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ലക്ഷം രൂപ കടം ഇയാൾക്കുണ്ട്. അതിലേക്ക് നിങ്ങൾക്കൊരു ചാരിറ്റി വീഡിയോ, അതാണ് അതിന് ഈ മറ്റേ ഇയാൾ ചെയ്യണ പോലെ ഷമീർ കുന്നമംഗലോ അല്ലെങ്കിൽ നമ്മളെ ഫിറോസോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യാം. മനസ്സിലായോ? ഒരു ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് ഇട്ടാൽ മതി. അതിന് വരെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി വീണ്ടും കൂപ്പൺ സാധനം എന്ന് പറഞ്ഞിടുന്നതിനോട്, അത് എസ്പെഷ്യലി ഹൈദറിനെ പോലെ ഒരാൾ ഇടുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഞാൻ ഇന്നലെ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ എന്തോന്നാണ് ഇത്, എൻ്റെ ഫീലിംഗ് അതായിരുന്നു. ഇനി എന്താണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി റിലേറ്റഡ് ആയി ഞാൻ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ
രോഗത്തിൻ്റെ ഡീറ്റെയിൽ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചു വിടും. അങ്ങനെ നമ്മൾ ഒരാളുടെ പേഴ്സണലി അയാളുടെ രോഗത്തിൻ്റെ അവസ്ഥയൊന്നും ചോദിച്ചു വാങ്ങുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല, കാരണം മോശമല്ലേ. എന്നാലും കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, ആ രോഗിയുടെ ഡീറ്റെയിൽസ്, അയാളുടെ രോഗം, അയാളുടെ സ്റ്റേജ്, കാര്യങ്ങൾ, അയാൾക്ക് എന്താണ് ഇനി ഫെർദർ ആവശ്യം എന്നുള്ളതൊക്കെ ഞാൻ പേഴ്സണലി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രോഗി എന്നുള്ള നിലയ്ക്ക് അയാളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി അത് ഞാൻ വെരിഫൈ ചെയ്തൊരു കാര്യമാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലുള്ളൊരു വ്യക്തിയെ സഹായിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ചാരിറ്റി വീഡിയോ വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അതും കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ കാര്യത്തിൽ സംസാരിച്ചൊരു വ്യക്തിയാണ് ഹൈദർ മധു. എനിക്കത് ആക്സെപ്റ്റബിൾ ആയില്ല, ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഒരു നറുക്കെടുപ്പ് ഈ വരുന്ന 20-ഓ 25-ഓ ആണ് ഡേറ്റ് തോന്നുന്നു, നീട്ടി വെച്ചതാണ് അവർ, അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ അന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് സുതാര്യത, എങ്ങനെയാണ് അവർ ഉറപ്പ് വരുത്തുന്നത്, ഏത് രീതിയിലാണ് നറുക്കെടുപ്പ് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് ആ ഒരു ഡേറ്റിന് നമുക്ക് കാണാം. ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളോട്, നിങ്ങൾ വ്യൂവേഴ്സ്, ഓക്കെ, പ്രേക്ഷകർ, നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ഒരു കാര്യം കാണുന്ന സമയത്ത് അത് നിങ്ങൾക്കും കൂടിയും എന്താ പറയുക കറക്റ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് കൂപ്പൺ, നറുക്കെടുപ്പ് പരിപാടികൾ, സ്കീമുകളൊക്കെ കാണും നിങ്ങൾ. ഈവൻ ഗിവ് അവേ അടക്കം നിങ്ങൾ കാണും. ഞാനടക്കം ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ടിക്കറ്റ്, സിനിമ ടിക്കറ്റ് നമ്മളെ ഫ്രണ്ട്സ് വേണമെങ്കിൽ എടുത്തിട്ട് പോയിക്കൂടെ എന്ന് പറയും. കാണുന്ന ആളുകൾ നിങ്ങൾ തീരുമാനിക്കുക, ഈ കാണുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഇൻവോൾവ് ആവാൻ. മനസ്സിലായോ? ഞാൻ അങ്ങനെയാണ്, ഒരു വീഡിയോ കണ്ടു, എനിക്ക് കംപ്ലീറ്റ്ലി അത് കൺവിൻസിങ് ആയി. ഞാൻ അതിനകത്ത് എന്ത് സെൻറ്റിമെൻറ്റ്സ് വന്നാലും, എത്ര മതത്തിൻ്റെ കാര്യം വന്നാലും, എന്ത് മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞാലും അതെനിക്ക് കൺവിൻസിങ് ആവണം. എന്നെ ഒരു മോർ ദാൻ 75% കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ ആ വീഡിയോ എനിക്ക് കിട്ടിയാൽ മാത്രം, കൺസീവ് ചെയ്താൽ മാത്രം ഞാൻ എന്ത് ചെയ്യും, അതിൽ ഇൻവോൾവ് ആവും. അല്ലാത്ത പക്ഷം കാണും, നമ്മൾ വിടും. മനസ്സിലായോ? ഓബ്വിയസ്ലി മണി ഇൻവോൾവ് ആയിട്ടുള്ള, ഈവൻ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഒരു കാര്യം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അടക്കം, യു ബെറ്റർ മേക്ക് ഷുവർ നിങ്ങളെ പൈസയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അത് എന്തിനു കൊടുത്താലും നിങ്ങളെ ഹാർഡ് ഏൺ മണിയാണ്. അത് കറക്റ്റായിട്ടാണ് പോകുന്നത്, കൃത്യമായിട്ടൊരു സ്ഥലത്തേക്ക് എത്തുന്നു, അതുകൊണ്ട് ഒരാൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് യു മേക്ക് ഷുവർ പ്ലീസ്. ഓക്കെ, നിങ്ങൾ 100 വട്ടം മേക്ക് ഷുവർ ചെയ്തിട്ടും നിങ്ങളെ പറ്റിച്ച് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല, പറ്റിച്ച് പോയിക്കോട്ടെ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പം എന്താണെങ്കിലും നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ വ്യൂവർഷിപ്പ് തീരുമാനിക്കണം നിങ്ങൾ എന്തിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ വെക്കണം എന്നുള്ളത്. റെസ്റ്റ് ഈസ് അപ് ടു നിയമം, ലോ. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാൻ പാണ്ടിക്കാട് ഇപ്പോഴും പറയുന്നത് അതേ സ്റ്റാൻഡാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല. കേസോ കൂട്ടോ കാര്യമോ എന്ത് വേണമെങ്കിൽ വന്നോ അയാൾ നേരിടാൻ റെഡിയാണ്. ഇതാണ് അയാളുടെ വേർഷൻ. ഓക്കെ, സംശയങ്ങൾ ഈ സൈഡിൽ ഇപ്പോഴും അതേപോലെ കോൺക്രീറ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. സംശയങ്ങളൊക്കെ കൂടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സംശയത്തിൽ കുറേ ഒരു വഴി ഞാൻ കാണുന്നില്ല ആളുകൾക്ക്. ഈവൻ ദിസ് ക്ലാരിറ്റി വീഡിയോ ഓൾസോ സംശയത്തിലേക്ക് തന്നെയാണ് വീണ്ടും ആളുകൾ കൊണ്ടുചെന്ന് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമം ദയവ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. നിയമപരമായിട്ട് അന്വേഷിച്ചാൽ ഈ പറഞ്ഞ കുഞ്ഞാനും ഒരു പരിധിവരെ സമാധാനമാണ്. കാരണം നിയമപരമായിട്ട് ഇതിൽ പ്രശ്നങ്ങളില്ല, അന്വേഷണത്തിൽ ഒരു ഉടായ്പ നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാനും രക്ഷപ്പെട്ടു. പിന്നെ അവരിത്രയും കേട്ടതിന് മാത്രമേ ഉള്ളൂ. അത്ര കേൾക്കാന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇറ്റ് ഓൾ കംസ്. ഓക്കെ, ഇനിയില്ല കുഞ്ഞാനെതിരെ ഇവർ ആരോപിച്ച, നമ്മളൊക്കെ സംശയിക്കുന്ന കാര്യങ്ങളിൽ ഇതിൽ ഇനിയൊരു റീസൺ ഉണ്ട്, ഇതിൽ ഇന്ന സംഗതി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ആരോപിച്ചത് ശരിയാണെന്നുള്ളത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്കും പറയാം. സോ നിയമവശം, നിയമത്തിൻ്റെ വഴിക്ക് ഇതിൽ കൃത്യമായിട്ട് പോകണം. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എന്താണെങ്കിലും നടക്കണം. എന്നാൽ മാത്രമേ ഇനി ഭാവിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ, ആളുകളെ പറ്റിക്കുന്ന പരിപാടികളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിയമം ഇൻവോൾവ് ആവണം തന്നെയാണ് ഞാൻ പറയാനുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി അപ്ഡേഷന് വന്നാൽ മാത്രമേ ഈ സംഗതി ഞാൻ ഇനി എടുക്കുന്നുള്ളൂ. എനിക്ക് ഇനി കണ്ടിന്യൂസ്ലി ഇതിന് മുകളിൽ വീഡിയോ ചെയ്തു പോകാൻ താല്പര്യമില്ല. കാരണം ഞാനല്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വീഡിയോ ചെയ്യുന്നവരല്ല ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഫൈൻഡിങ്സോ ഇൻവെസ്റ്റിഗേഷനോ പരിപാടികളോ നടത്തേണ്ടത്. നമുക്ക് അതിനുള്ളതില്ലടേ. കഴിഞ്ഞ് ഇത്രയൊക്കെ തന്നെ ഒരാൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്കും ഇതിൽ വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കും കാണുന്നൊരു വ്യക്തിക്കും സംശയമായിട്ടേ വെക്കാൻ പറ്റുള്ളൂ. ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞു പോകാൻ നമ്മൾ കോടതി നിയമം അല്ലാത്തത് കൊണ്ട് ഇത് നിയമപരമായിട്ട് തന്നെ പോകണം. എന്നാലേ ഭാവിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരും.